ഹലോ എവ്രി വൺ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഇന്ന് എന്താ പരിപാടി? അപ്പോൾ ഞാൻ ഇന്ന് കോവയ്ക്ക വെച്ചിട്ടൊരു അടിപൊളി പീര ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയല്ലോ. വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. അപ്പം നമുക്ക് പീര ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടിയിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി ചതച്ച് വെച്ചത് ചേർക്കുന്നുണ്ട്. നല്ലോണം കഴുകിയെടുത്ത കുടംപുളിയും കൂടി ചേർക്കാം. നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അവരവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം അങ്ങനെ കൈ കൊണ്ടൊന്ന് തളിച്ച് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ കൈ കൊണ്ട് നല്ല മിക്സാക്കി എടുക്കാം. നല്ല പോലെ ഞെരടി കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്ക് കോവയ്ക്കയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നല്ലപോലെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കോവയ്ക്ക നല്ല നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അധികം പിഞ്ച് കോവയ്ക്കയാണ് എടുത്തിരിക്കുന്നത്. 1-2 മാത്രമേ മൂത്തതുള്ളൂ. അപ്പോൾ നമുക്ക് കോവയ്ക്ക അരിഞ്ഞത് ചേർത്തിട്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കോവയ്ക്ക ഇളക്കുമ്പോൾ അധികം ബലം കൊടുക്കണ്ട. കാരണം ഒത്തിരി ബലത്തിൽ ഇളക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, കരിയാണ്ടിരിക്കാനാണ്. ഇളക്കി കൊടുക്കുക. ഇനി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 4-5 മിനിറ്റും കൂടി നമുക്കൊന്ന് വേവിച്ചിട്ടണം. ഏകദേശം വേവായിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കോവയ്ക്ക വെന്തോന്നൊന്ന് നോക്കുക. ഇനി നമുക്കിതിൽ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും തൂവി കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക പീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.